+2 ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം. റെയിൽവേയിൽ വളരെ വലിയ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്, ഏതൊക്കെ എക്സാമുകളാണ് വിളിച്ചിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റെയിൽവേയുടെ സൈഡിൽ നിന്ന് വിളിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം. അതുപോലെ തന്നെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാംസ് +2കാർക്കും ഡിഗ്രിക്കാർക്കും വേണ്ടിയിട്ടുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ ലൈവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്വാളിഫിക്കേഷൻസ് ഒരു +2 ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉള്ള ആളുകൾ, ഡിപ്ലോമയുള്ള ആളുകൾ, അല്ലെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക. കാരണം ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ഏതൊക്കെയാണ് പോസ്റ്റുകളെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ കുറിച്ചാണ്. എന്താണ് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം? റെയിൽവേയിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ ബിടെക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന, ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 2569, കഴിഞ്ഞ വർഷത്തെക്കാളും ഒരല്പ വേക്കൻസി കുറവുണ്ട് എങ്കിൽ പോലും എല്ലാ വർഷവും വിളിക്കുന്നത് കൊണ്ടാണ് ഏകദേശം ഒരു 3000 റേഞ്ചിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ ടെക്നിക്കലൊക്കെ പഠിച്ച്, ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് ടെക്നിക്കലൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഫീൽഡിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് RRB JE എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള എല്ലാ പോസ്റ്റുകൾക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഇങ്ങനെ ഏത് ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 2569 വേക്കൻസിയാണ്. ഈ വർഷത്തത് വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ പോകുന്നത്. 31 തീയതി ഒക്ടോബർ മുതൽ 13 നവംബർ വരെ, അതായത് 30 തീയതി, ഈ മാസം 13 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ +2 ഡിഗ്രി, ഡിപ്ലോമ, ബിടെക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ പരീക്ഷകൾ RRB JE എക്സാം ഡിപ്ലോമ ബിടെക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെ 2 സ്റ്റേജ് പരീക്ഷകളും അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ് എന്തിന് വരുന്നത്? ഈ RRB JE എക്സാമിന് വരുന്നത്. ഏകദേശം പേ ലെവൽ 6 35,400 രൂപയാണ് ഇപ്പോഴത്തെ 7th പേ കമ്മീഷൻ വെച്ചിട്ടുള്ള സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ബേസിക് 35,400 എന്ന് പറയുമ്പോൾ ഏകദേശം 75,000 റുപ്പീസ് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ് RRB JE. പോസ്റ്റിന്റെ അട്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ടെക്നിക്കലൊക്കെ പഠിച്ചിട്ട് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഫീൽഡിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്ത് ഈ എക്സാമിന് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒട്ടും സമയം കളയണ്ട. ഇതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഇതുമായിട്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ, ഒന്ന്, ഡേറ്റ് ആണ്. നമുക്ക് 30 തീയതി നവംബർ വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. ഉടനെ തന്നെ എന്ത് ചെയ്യുക, പോയി എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ എക്സാമിനെ സംബന്ധിച്ച ഏറ്റവും, ഈ പരീക്ഷ, അതായത് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ് നിങ്ങളെ അറിയിച്ചത്. എക്സാം വരുന്നത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും, അടുത്ത വർഷമായിരിക്കും പരീക്ഷ വരുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എത്ര വേക്കൻസി, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. 2569 പോസ്റ്റുകൾ വരുന്നത്. ഇലക്ട്രിക്കൽ മെക്കാനിക്കലുകാർക്ക് വരുന്ന ജൂനിയർ എഞ്ചിനീയർ, കെമിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്നുള്ള പോസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് എന്ത് വന്നിരിക്കുന്നത്, ഇപ്പോ വേക്കൻസി അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. 2569 വേക്കൻസി. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറഞ്ഞു. ഇനി സോൺ വൈസ് നമ്മുടെ ട്രിവാൻഡ്രത്ത് വേക്കൻസി കുറവാണ്. ഏതാണ്? ഏകദേശം 62ഓളം വേക്കൻസിയാണ് വരുന്നത് ഇതിനകത്ത്. പക്ഷേ ബാക്കിയുള്ള പോസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മുംബൈ എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ മുംബൈ നോക്കൂ 434, അതുപോലെ കൊൽക്കത്ത 628. അപ്പോൾ സോൺ വൈസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ വേക്കൻസി ഉള്ള പ്ലേസുകൾ അപ്ലൈ ചെയ്യുക. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് RRB JE കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നതും മറ്റ് സ്ഥലങ്ങളിൽ വന്ന കട്ട് ഓഫ് തമ്മിൽ വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. കട്ട് ഓഫ് കുറവ് തന്നെയായിരുന്നു. ചെന്നൈയിലൊക്കെ വന്ന അതേ കട്ട് ഓഫ് ഒക്കെ തന്നെയായിരുന്നു ട്രിവാൻഡ്രത്ത് വന്നത്. അപ്പൊ ട്രിവാൻഡ്രം അത്യാവശ്യം പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ സോൺ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമ്മുടെ സോൺ അപ്ലൈ ചെയ്യാം. എന്നാൽ കൂടുതൽ വേക്കൻസി ഉള്ള പ്ലേസ് അപ്ലൈ ചെയ്യണമെങ്കിൽ കൊൽക്കത്ത, മുംബൈ പോലെയുള്ള പ്ലേസുകൾ ഏറ്റവും കൂടുതൽ വേക്കൻസിയിലേക്ക് വിളിച്ചിരിക്കുന്ന പ്ലേസുകളാണ്. അപ്പൊ സോണും കൂടെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. സോണിനെ പറ്റി തന്നെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ RRB JE എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മക്കളെ ഡിപ്ലോമ
അതുപോലെ തന്നെ ബിടെക് ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് മെയിൻലി എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഡിപ്ലോമ ബിടെക്കുകാർക്ക് ഏറ്റവും നല്ല പോസ്റ്റ് ആണ് RRB JE എക്സാം. ഇനി +2 ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടുള്ള NDPC യെ പറ്റി ഞാൻ പറയാം. അപ്പോൾ മെയിൻലി ഡിപ്ലോമ ബിടെക്കാരെ ഈ പോസ്റ്റുകൾ അറിയാതെ പോകരുത്. അതുപോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ ക്വാളിഫിക്കേഷൻ? ഏജ് ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് നമുക്ക് ഏജ് കണക്കാക്കുന്ന 1/1/2026 വെച്ചിട്ടാണ്. അതുപോലെ SC/ST ആളുകൾക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്, OBC-കാർക്ക് 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ഏജ് ലിമിറ്റ് എത്രയാണ്? 33 വയസ്സ് വരെയുള്ളവർക്കാണ് ജനറൽ കാറ്റഗറി ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ OBC-യുടെയും SC/ST-യുടെയും അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും ഏജ് റിലാക്സേഷൻസ് ഉണ്ട്, 5 ഇയർ 10 ഇയർ എന്നുള്ള രീതിയിൽ. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഏജ് റിലാക്സേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ അത്യാവശ്യം 33 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എഴുതി നടപടിയാവാത്ത ആളുകൾ ഉണ്ടെങ്കിലും ഇപ്രാവശ്യം നല്ല ആത്മവിശ്വാസത്തോട് പഠിക്കുക. ദിശ അക്കാഡമി ലാസ്റ്റ് കുറെ ആളുകൾ RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് കയറി. അതുകൊണ്ടാണ് ഇത് വളരെ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ട കുറെ ആളുകളുടെ സക്സസ് വീഡിയോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറിയിട്ടുള്ള ആളുകളുടെ അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് കയറിയിട്ടുള്ളവരുടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പൊ അത് നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇതിന്റെ ടയർ 1 ഈസ് പ്യുവർലി നോൺ ടെക്നിക്കൽ. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. നമ്മൾ റെയിൽവേയുടെ NTPC, ഗ്രൂപ്പ് ഡി അതുപോലെ SSC എക്സാമുകൾക്കൊക്കെ പഠിക്കുന്ന നോൺ ടെക്നിക്കൽ പാർട്ട് തന്നെയാണ് RRB JEയുടെ ടയർ 1 വരുന്നത്. ടയർ 1 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ ടയർ 2 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് വരുന്ന മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് വരുന്ന ഒരു ടയർ 1 എക്സാം ഉണ്ടാവും. അത് 100 മാർക്കാണ്, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ടയർ 2 പരീക്ഷ. ടയർ 2 പരീക്ഷയിൽ നിങ്ങളുടെ ടെക്നിക്കൽ സബ്ജക്ട് 100 മാർക്കിന് ഉണ്ടാവും. ബാക്കി 50 മാർക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ നോൺ ടെക്നിക്കൽ തന്നെയാണ്. 120 മിനിറ്റ് വരുന്ന പരീക്ഷ. ആദ്യത്തത് 90 മിനിറ്റ്സ് വരുന്ന പരീക്ഷ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ പറഞ്ഞു, സോൺ വൈസ് വേക്കൻസീസ് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, 30-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. ഒട്ടും സമയം കളയരുത്. ഡിപ്ലോമ ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ ആളുകളും, കേരളത്തിലുള്ള ആളുകൾ ഈ അവസരത്തെ പറ്റി അറിയാതെ പോരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരുന്നത് ഇത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റുകളായിട്ട് ചോദിച്ചോ മക്കളെ, അതിന് കൃത്യമായ റിപ്ലൈയോ വീഡിയോയിലൂടെയോ ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് RRB JE എക്സാമിന് വേണ്ട ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് NDPC, നമ്മുടെ ഇപ്പൊ +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ലൈവാണ്. ഡിഗ്രി ഉള്ളവർക്ക് ഗ്രാജുവേറ്റിന്റെയും നോട്ടിഫിക്കേഷൻ ലൈവാണ്. ഒരു ബിടെക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാമുകളും എഴുതാൻ പറ്റും. അതായത് നിങ്ങൾക്ക് RRB JE എഴുതാം, NDPC ഗ്രാജുവേറ്റ് എഴുതാം, NDPC അണ്ടർ ഗ്രാജുവേറ്റ് എഴുതാം, എല്ലാ പരീക്ഷകളും എഴുതാൻ സാധിക്കും. അപ്പം പഠിക്കേണ്ടത് ഒരേ മോഡിൽ തന്നെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ എല്ലാ ആളുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തോ വെളിയിലോ ആണെങ്കിൽ പോലും ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നവംബർ 1-ാം തീയതി മുതൽ നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പൊ അതിലൂടെ ഫ്രീ കണ്ടന്റുകളാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ. നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ, നിങ്ങൾ പ്ലേലിസ്റ്റുകളിൽ പോയി നോക്കൂ, 2019 മുതലുള്ള റെയിൽവേയുടെ എല്ലാ എക്സാമുകളുടെയും കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ മനസ്സിലാക്കുക, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് 2 പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റിന് 5810ഉം അണ്ടർ ഗ്രാജുവേറ്റിന് 3058ഉം 2 നോട്ടിഫിക്കേഷൻസും ഇപ്പോൾ ലൈവ് ആണ്. നോട്ടിഫിക്കേഷൻസ് വരുന്നു എന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് 20-ാം തീയതി നവംബർ വരെയാണ് നമുക്ക് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദിവസങ്ങൾ അവസാനിക്കാനായിട്ട് പോകണം മക്കളെ, പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. 27-ാം തീയതി നവംബർ വരെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഗ്രാജുവേറ്റിന്റെ ഏജ് ലിമിറ്റ് 18 to 33 ആണ്. +2 വരെ ഉണ്ടായതുകൊണ്ട് 18 to 30 ആണ് എന്തിന് വരുന്നത്, അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇവിടെയും CBT1 CBT2 എന്ന് പറയുന്ന 2 പരീക്ഷകൾ. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും മാത്രമാണ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി ഒരേ മോഡിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എക്സാംസ് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. പണ്ട് SSC മാത്രമായിരുന്നു റെഗുലർ ആയിട്ട് എല്ലാ വർഷവും CGL, CHSL, MTS, GD പരീക്ഷകൾ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ റെയിൽവേയും അവരുടെ എല്ലാ പരീക്ഷകളും, അതായത് ALP, JE, NTPC, ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എല്ലാ വർഷവും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഇത് നമ്മൾ എക്സാംസ് കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്
ഏറ്റവും പ്രയോജനമുള്ള ഇൻഫർമേഷൻ ആണ്. മലയാളികളായിട്ടുള്ള നമ്മുടെ ആളുകൾക്കെല്ലാം അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് NTPC-യുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്? ഗ്രാജുവേറ്റ് ആണെങ്കിൽ മക്കളെ ട്രെയിൻ ക്ലർക്ക്, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, ഇതൊക്കെ NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെയാണ്. ഇപ്പൊ TT ആവാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് ഈ പോസ്റ്റ് ഓർത്തു വെച്ചോ. 2424 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അക്കൗണ്ട് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് പോസ്റ്റുകൾ എല്ലാം കൂടെ ചേർത്ത് 3058 വേക്കൻസി. മക്കളെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം +2 ക്വാളിഫിക്കേഷൻ കേട്ടോ, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് വന്നിരിക്കുന്നു? 3058 വേക്കൻസി. നവംബർ 27 എന്നുള്ള ഡേറ്റ് മറക്കരുത്. ഏജ് 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. OBC-ക്കാർക്ക് 3 ഇയർ റിലാക്സേഷൻ എല്ലാത്തിനകത്തും ഉണ്ട്. SC/ST-ക്കാർക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാജുവേറ്റിനകത്ത് വരുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? അതാ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗൂഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, ട്രാഫിക് അസിസ്റ്റന്റ് ഉണ്ട്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ഉണ്ട്, സീനിയർ ക്ലർക്ക് ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് ഗൂഡ്സ് ട്രെയിൻ മാനേജർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയോളം സാലറി വരുന്ന പോസ്റ്റാണ്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ കയറിയ, നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് കയറിയ കൂട്ടുകാരുടെ സാലറി സ്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഏകദേശം 1 lakh rupees ആണ് ഒരു മന്ത് സാലറി ആയിട്ട് മേടിക്കുന്നത്. റണ്ണിങ് അലവൻസ് കൂടി ചേർത്താണ് ഇത്രയും ഒരു സാലറി വരുന്നത്. അപ്പൊ ഏകദേശം 5817 വേക്കൻസിയാണ് എന്തിനു വിളിച്ചിരിക്കുന്നത്? ഗ്രാജുവേറ്റിന് വിളിച്ചിരിക്കുന്നത്. ഈ അവസരം ഒട്ടും മിസ് ചെയ്യരുത്. നവംബർ 20 ഡേറ്റ് അടുത്തടുത്ത് വരികയാണ്. മിസ് ചെയ്യരുത്, അപ്ലൈ ചെയ്യുക. ഇവിടെയും ഞാൻ പറഞ്ഞു 2 പരീക്ഷകൾ, CBT1, CBT2 2 പരീക്ഷകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇന്റർവ്യൂയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സാമിന് വരുന്ന പ്രോസസ്സുകൾ, സെലക്ഷൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ചില പോസ്റ്റുകൾക്കൊക്കെ ടൈപ്പിംഗ് സ്കില്ല് നോക്കാറുണ്ട്. അതായത് നിങ്ങൾ നോക്കിയാണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് പോലെയുള്ളതിനൊക്കെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. എനിക്കൊന്നും ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്നുമില്ല. 2 പരീക്ഷകൾ മാത്രം ക്വാളിഫൈ ചെയ്ത് പോയാൽ മതി. അണ്ടർ ഗ്രാജുവേറ്റിനും ചില പോസ്റ്റുകൾക്ക് എന്ത് വരുന്നുണ്ട്? ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ചില പോസ്റ്റുകളിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഇല്ല. അപ്പോ TT-ക്ക് ഒന്നും ടൈപ്പിംഗ് ടെസ്റ്റ് ഉള്ള പോസ്റ്റുകളൊന്നും അല്ല. അപ്പൊ അതിന് 2 പരീക്ഷകൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അപ്പൊ 2 പരീക്ഷയ്ക്ക് എന്താ പഠിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് കൃത്യമായ ഉത്തരമാണ് ഞാൻ തരുന്നത്. എന്താ? മാത്സ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്, ലോജിക്കൽ എബിലിറ്റി അളക്കുന്ന റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, 40 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് ആണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് വരുന്ന 40 ക്വസ്റ്റ്യൻസും 40 മാർക്കും. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. മക്കളെ 90 മിനിറ്റ്സ് വരുന്ന പരീക്ഷ, ഒട്ടും മിസ് ചെയ്യരുത്. ഇതേ കാര്യങ്ങൾ തന്നെ എന്തിനും പഠിച്ചാൽ മതി? ടയർ 2 എക്സാമിനും പഠിച്ചാൽ മതി. അതായത് 2 പരീക്ഷയ്ക്ക് 2 കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം തന്നെ പഠിച്ചുകൊണ്ട് RRB, NTPC, ഗ്രൂപ്പ് ഡി, അതുപോലെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഈ പരീക്ഷകൾക്ക്, റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും ഇംഗ്ലീഷ് ഇല്ല, ഈ സബ്ജക്റ്റുകൾ തന്നെയാണ് വരുന്നത്. ഇത് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ ദിശയുടെ എല്ലാ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ മന്തും നമുക്ക് ബാച്ചുകളുണ്ട്. ഇപ്പൊ NTPC-ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഓഫ്ലൈനിൽ നിങ്ങളെ കുത്തി ഇരുത്തി പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ദിശയുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ബ്രാഞ്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അവിടെ വന്നും പഠിക്കാനുള്ള അവസരം കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഈ സാധ്യതകൾ മനസ്സിലാക്കി പഠിക്കുക. ദിശയുടെ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ കേരളത്തിനകത്തോ വെളിയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്ന അവസരം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ആ കോൺടാക്ട് നമ്പേഴ്സ് ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ ഓൺലൈൻ ക്ലാസ് ഈ നവംബർ 1-ാം തീയതി ആരംഭിച്ച NTPC-ക്ക് വേണ്ടിയിട്ടുള്ള RRB JE-ക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ദിശയുടെ കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രം ബ്രാഞ്ചുകളിൽ പഠിക്കണം എന്നുണ്ടെങ്കിലും ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വിളിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ. നിങ്ങൾ എന്തായാലും ഒരു അറ്റംപ്റ്റ് നിങ്ങൾ സീരിയസ്ലി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷ മാത്രമാണ്. ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഓൺലൈൻ പരീക്ഷകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും പെട്ടെന്ന് തന്നെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യത്തെ RRB JE എക്സാം ക്ലിയർ ചെയ്ത ആളുകൾ സർവീസിലേക്ക് എൻട്രി ചെയ്തു. 2024 നടന്ന പരീക്ഷ, 2024 വിളിച്ച RRB JE 2025 നടന്ന പരീക്ഷ ക്ലിയർ ചെയ്ത ആളുകൾ ജോലിക്ക് കയറി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അടുത്ത വർഷം ഒരു ജോലിക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം എന്ത് ചെയ്യുക? മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ, അതായത് ഡേറ്റുകൾ മറക്കണ്ട. നവംബർ 20, നവംബർ 27, നവംബർ 30 വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? നവംബർ മാസം വന്നിരിക്കുന്ന നവംബർ 20, 27,
30 ഈ 3 ഡേറ്റുകളാണ് ലാസ്റ്റ് ഡേറ്റുകൾ. ഏതൊക്കെയാണ്? NDPC അണ്ടർ ഗ്രാജുവേറ്റ്, NDPC ഗ്രാജുവേറ്റ്, അതുപോലെ RRB JEE എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റുകൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കി എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ്സുകളോ കണ്ടന്റുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.